US ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകളെക്കുറിച്ചും H1B വിസയെക്കുറിച്ചും കാലങ്ങളായി വലിയ ചർച്ചകളും തർക്കങ്ങളും നടക്കുന്നുണ്ട്. ഇന്ത്യൻ തൊഴിലാളികൾ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്നത് വഴി അമേരിക്കക്കാരുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നിരന്തരം ഉന്നയിക്കുന്ന ഒരു പ്രധാന ആക്ഷേപം. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം, അതായത് 2025 സെപ്റ്റംബറിൽ H1B വിസയ്ക്ക് $1,00,000 എന്ന വൻ തുക ഫീസും ഏർപ്പെടുത്തി. എന്നാൽ ഈ ചീപ്പ് ഇന്ത്യൻ ലേബർ അല്ലെങ്കിൽ കുറഞ്ഞ ശമ്പളക്കാരായ ഇന്ത്യൻ തൊഴിലാളികൾ എന്ന വാദം പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എക്കണോമിക് ഇന്നോവേഷൻ ഗ്രൂപ്പ് ഡേറ്റ വിശകലനം ചെയ്ത് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിൽ H1B വിസയിലുള്ള ഇന്ത്യൻ തൊഴിലാളികൾ അവിടുത്തെ തദ്ദേശീയരായ ബിരുദധാരികളെക്കാൾ വളരെ കൂടുതൽ തുകയാണ് ശമ്പളമായി വാങ്ങുന്നത് എന്നാണ് ഈ ഡേറ്റ വ്യക്തമാക്കുന്നത്. ട്രംപിന്റെ തീരുമാനങ്ങൾക്ക് പിന്നിലെ തെറ്റായ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അമേരിക്കയിൽ എത്തുന്ന ഇന്ത്യൻ H1B തൊഴിലാളികളുടെ ശരാശരി ശമ്പളം എത്രയാണ്? അത് അമേരിക്കക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. സ്റ്റുഡന്റ് EB-5 എന്ന സംഘടനയുടെ 2026 ജൂണിലെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിലുള്ള ഇന്ത്യൻ H1B തൊഴിലാളികളുടെ മീഡിയൻ വാർഷിക വരുമാനം ഏകദേശം $1,46,000 ആണ്. അതായത് അമേരിക്കയിൽ ജനിച്ച ഒരു കോളേജ് ബിരുദധാരിയുടെ മീഡിയൻ വരുമാനത്തേക്കാൾ 2/3 കൂടുതലാണ് ഇന്ത്യൻ തൊഴിലാളിയുടെ വരുമാനം. അമേരിക്കയിൽ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്നവരിൽ വലിയൊരു പങ്ക് ഇന്ത്യൻ തൊഴിലാളികളാണെന്ന് എക്കണോമിക് ഇന്നോവേഷൻ ഗ്രൂപ്പിന്റെ ഡേറ്റയും ഉറപ്പിച്ചു പറയുന്നു. ഗ്ലോബൽ HR സ്ഥാപനമായ ഡീൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം H1B തൊഴിലാളികളുടെ മീഡിയൻ ശമ്പളം $1,40,000 ആണ്. എന്നാൽ സമാന തസ്തികകളിലെ അമേരിക്കക്കാരുടേത് $1,30,000 ആണ്. ഇതിൽ നിന്നും കമ്പനികൾ ചെലവ് കുറയ്ക്കാനല്ല, മറിച്ച് മികച്ച പ്രതിഭകളെ കണ്ടെത്താനാണ് H1B വിസ ഉപയോഗിക്കുന്നത് എന്നത് വ്യക്തമാണ്. പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ശമ്പള ഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉള്ളത്? യുവ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന നേട്ടം എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. EIGയുടെ 2026 ഫെബ്രുവരിയിലെ വിശകലനത്തിൽ പറയുന്ന വളരെ നിർണായകമായ ഒരു കാര്യം ഈ ശമ്പള വ്യത്യാസം പ്രായവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന 22 മുതൽ 23 വയസ്സ് വരെ പ്രായമുള്ള യുവ H1B ജീവനക്കാർ അമേരിക്കയിലെ സമാനമായ പ്രായക്കാരായ സ്വദേശികളെക്കാൾ 20% കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും സ്റ്റുഡന്റ് വിസയിൽ അമേരിക്കയിലെത്തി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവർക്കാണ് ഈ നേട്ടം കൂടുതൽ. തങ്ങളുടെ 20കളുടെ മധ്യത്തിലും 30കളുടെ തുടക്കത്തിലും ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ബിരുദങ്ങൾ പൂർത്തിയാക്കുന്നവരും അമേരിക്കക്കാരേക്കാൾ ഉയർന്ന ശമ്പളം നേടുന്നു. ഏകദേശം 34 വയസ്സെത്തുമ്പോൾ മാത്രമാണ് ഒരു നെഗറ്റീവ് വേജ് ഗ്യാപ്പ് അഥവാ തദ്ദേശീയ തൊഴിലാളികളെക്കാൾ കുറഞ്ഞ ശമ്പളം എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. 2020 മുതൽ 2024 വരെയുള്ള സാമ്പത്തിക വർഷത്തിലെ വിസ ലോട്ടറി വിജയികളിൽ 2/3 33 വയസ്സോ അതിൽ താഴെയോ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ വിസ കൈവശമുള്ളവരിൽ ഭൂരിഭാഗവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന യുവാക്കളാണ്. ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഇത്രയും ഉയർന്ന ശമ്പളം ലഭിക്കാൻ കാരണം എന്താണ്? അവർ ഏതെല്ലാം മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിനുള്ള പ്രധാന കാരണം ഇന്ത്യൻ തൊഴിലാളികൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന തൊഴിൽ മേഖലകളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഉയർന്ന ശമ്പളം നൽകുന്ന സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിലാണ് അന്താരാഷ്ട്ര തൊഴിലാളികൾ, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ കൂടുതലായി പ്രവർത്തിക്കുന്നത്. ഈ പ്രത്യേക വൈദഗ്ധ്യമുള്ള മേഖലകളിൽ തദ്ദേശീയ തൊഴിലാളികളെ അപേക്ഷിച്ച് ശരാശരി 5 വയസ്സോളം പ്രായക്കുറവുള്ളവരാണ് കുടിയേറ്റ തൊഴിലാളികൾ. കമ്പനികൾ തങ്ങളുടെ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയല്ല H1B ഉപയോഗിക്കുന്നത്, മറിച്ച് ടെക്നോളജി അധിഷ്ഠിത മേഖലകളിലെ പ്രത്യേക കഴിവുള്ള പ്രൊഫഷണലുകളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്. കൂടാതെ ഈ യുവ H1B തൊഴിലാളികളിൽ 70% പേരും വിദ്യാർത്ഥി വിസയായ F1 സ്റ്റേറ്റസിൽ നിന്നും മാറിയവരാണ്. അതായത് അവർ അമേരിക്കൻ വിദ്യാഭ്യാസം നേടിയവരും ഉയർന്ന യോഗ്യതയുള്ളവരുമാണ്. $1,00,000 വിസ ഫീസ് ചുമത്താൻ ഡൊണാൾഡ് ട്രംപിനെ പ്രേരിപ്പിച്ച റിപ്പോർട്ട് എന്തായിരുന്നു? നമുക്ക് നോക്കാം. ട്രംപ് ഭരണകൂടത്തിന്റെ കൗൺസിൽ ഓഫ് ഇക്കണോമിക്സ് അഡ്വൈസിൽ മുമ്പ് അംഗമായിരുന്ന ഹവാർഡ് എക്കണോമിസ്റ്റ് ജോർജ് 2026 ഫെബ്രുവരിയിൽ പുറത്തുവിട്ട റിപ്പോർട്ടാണ് ട്രംപിന്റെ കടുത്ത തീരുമാനത്തിന് പിന്നിൽ. H1B തൊഴിലാളികൾക്ക് അമേരിക്കക്കാരേക്കാൾ ശരാശരി 16% ശമ്പളം കുറവായിരുന്നു എന്നാണ് ജോർജിന്റെ കണ്ടെത്തൽ. ഈ കുറഞ്ഞ ശമ്പളം നൽകി നേട്ടമുണ്ടാക്കാൻ കമ്പനികൾ തയ്യാറാകുമെന്നതിനാൽ $1,00,000 ഫീസ് ചുമത്താം എന്ന നിഗമനത്തിലാണ്
ട്രംപ് ഭരണകൂടം എത്തിയത്. എന്നാൽ ഈ റിപ്പോർട്ട് തികച്ചും തെറ്റായതും വലിയ പിഴവുകൾ നിറഞ്ഞതുമാണെന്ന് EIG വ്യക്തമാക്കുന്നു. പ്രായം കുറഞ്ഞ കുടിയേറ്റ തൊഴിലാളികൾ ഉയർന്ന ശമ്പളം വാങ്ങുമ്പോൾ പ്രായമായ തൊഴിലാളികൾക്ക് കുറഞ്ഞ ശമ്പളം നൽകുന്ന കമ്പനികളെ സഹായിക്കുന്ന രീതിയിലാണ് ജോർജിന്റെ പോളിസി വരുന്നത്. ഇത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ദീർഘകാല അടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നും EIG ചൂണ്ടിക്കാണിക്കുന്നു. ഈ $1,00,000 H-1B വിസ ഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന നിയമ പോരാട്ടം എന്താണെന്ന് കൂടെ നോക്കാം. ഇത് വളരെ നാടകീയമായ ഒരു നിയമയുദ്ധമായി മാറിയിരിക്കുകയാണ്. ഈ മാസം ആദ്യം ഒരു ഫെഡറൽ ജഡ്ജി ട്രംപിന്റെ $1,00,000 H-1B വിസ ഫീസ് നിയമവിരുദ്ധമാണെന്ന് വാദിച്ച് റദ്ദാക്കിയിരുന്നു. കാരണം ഈ ഫീസ് ചുമത്താൻ കോൺഗ്രസിന് അനുമതി നൽകിയിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം US സർക്കാർ ഫസ്റ്റ് സർക്യൂട്ട് അപ്പീൽ കോടതിയെ സമീപിച്ചതോടെ അപ്പീൽ തീർപ്പാക്കുന്നതുവരെ താൽക്കാലികമായി ഈ ഫീസ് പിരിച്ചെടുക്കാൻ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് കോടതി അനുമതി നൽകി. പ്രസിഡന്റിന് ഇതിന് പൂർണ്ണ അധികാരമുണ്ടെന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വാദിക്കുന്നത്. ഈ ഫീസ് ഈടാക്കിയില്ലെങ്കിൽ വലിയ തോതിൽ ആളുകൾ രാജ്യത്തേക്ക് കടക്കുമെന്നും പിന്നീട് അവരെ പുറത്താക്കാൻ ബുദ്ധിമുട്ടാകുമെന്നാണ് സർക്കാരിന്റെ വാദം. അതുകൊണ്ട് തന്നെ ഈ നിയമതർക്കം ഇപ്പോഴും തുടരുകയാണ്.